ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു കുടുക്കാച്ചി സുർബിയാൻ കോമ്പിനേഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ടിക്ടോക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുടുക്കാച്ചി ബിരിയാണിയുടെയും അതുപോലെ തന്നെ സുർബിയാൻ റൈസിൻ്റെയും ഒരു കോമ്പിനേഷൻ ഐറ്റമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സുർബിയാൻ സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ കുടുക്കാച്ചിയിൽ ദമ്മ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു നാടൻ ഫ്ലേവറും അറബിക് ഫ്ലേവറും കൂടെ ഒരുമിച്ച് വന്ന ഒരു സ്റ്റൈലാണ്. ഈ റൈസ് നമ്മുടെ കുടുക്കാച്ചി ബിരിയാണിയുടെ ടേസ്റ്റും അതുപോലെ സുർബിയാനിൻ്റെ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി എന്ന രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്ന അത്ര പാടൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് വേണ്ട ഐറ്റംസ്: ഒരു 2 കപ്പ് ബസുമതി റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറോളം നമുക്കത് കുതിർത്തി വെക്കണം. പിന്നെ ഒരു 3/4 കിലോ ചിക്കൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് കാരണം ഒരുപാട് ചിക്കൻ നമുക്ക് ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 2 വലിയ ഉള്ളി വെച്ചിട്ടുണ്ട്, കുറച്ച് ഗാർലിക്ക്, അതുപോലെ ഒരു ചെറിയ ഇഞ്ചി പീസ്, 2 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈരും ഇതിലേക്ക് ആവശ്യമുണ്ട്, അതും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. സുർബിയാൻ റൈസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഉള്ളിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഒരുമിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ള നട്ട്സുകൾ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുഴുവനായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല, ഒരു പകുതി ഭാഗം എടുത്തിട്ടൊന്ന് പേസ്റ്റ് ആക്കണം. ബാക്കി ഭാഗം നമുക്ക് ഗാർണിഷിങ്ങിനും ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പീസുകൾ, പിന്നെ അതുപോലെ ഗാർലിക്കിൻ്റെ പീസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കേണ്ടത്. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പുതിനയില അത് ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാലപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യുന്നില്ല, യോഗേർട്ട് കൂട്ടിയിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. ഇത് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നമ്മളിതിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസുകളും അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ പൊട്ടറ്റോയിലും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഇത് ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കണം. ഇനി നമ്മൾ നമ്മുടെ സുർബിയാൻ റൈസ് കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു കുടുക്കയിലേക്ക് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ പൊട്ടറ്റോ എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഹാഫ് കുക്കാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ച അതിൽ നിന്ന് ഒരു പകുതി ഭാഗം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ്ലി അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചോറൊക്കെ ഇട്ടിട്ട് ദം ചെയ്യുന്ന സമയത്താണ് ബാക്കി കുക്കായി വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് റൈസൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്ന സമയത്ത് എപ്പോഴും ഒന്ന് ഉപ്പ് വെള്ളത്തിന് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മുടെ സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. 2 ബേ ലീവ്സ്, കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ പട്ട, ഏലക്ക, എല്ലാ സ്പൈസസുകളും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ റൈസുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. നമ്മൾ മന്തി, കബ്സ ഇങ്ങനെയുള്ള റൈസുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോഴാണ് ആ റൈസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വയ്ക്കുക. നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്.
നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഫുൾ കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 80% കുക്കാവുമ്പോൾ നമ്മൾ ഇത് ഊറ്റിയെടുക്കണം. നമ്മുടെ റൈസ് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 80% ആവുന്ന സമയത്താണ് ഇത് ഊറ്റിയെടുക്കുന്നത്. പിന്നെ നമ്മുടെ ദമ്മിൽ കിടന്നിട്ടാണ് ഇത് കുക്കായി വരേണ്ടത്. റൈസൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കുടുക്കാച്ചി സ്റ്റൈലിലുള്ള ദമ്മിങ് ആണ്. ആദ്യം നമ്മുടെ ചട്ടിയിലെ അടിഭാഗത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ നമ്മുടെ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കുറച്ച് അതിലേക്ക് അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നെക്സ്റ്റ് ലെയർ റൈസും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില പുതിനയില അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സുകളും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഗീ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് ഞാൻ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി റോസ് വാട്ടറിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കളറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ സാഫ്രോൺ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ റോസ് വാട്ടറിലോ മിൽക്കിലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ കുടുക്കാച്ചി ബിരിയാണിയിലേക്ക് ഒരു വായില ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ ദം ചെയ്യുമ്പോൾ ആ വായിലയുടെ ഫ്ലേവറും കൂടെ അതിലേക്കൊന്ന് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഫോയിൽ പേപ്പറും കൂടെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. ഇനി ബാക്കി നമ്മുടെ ചിക്കനും റൈസും ഒക്കെ കുക്കാവുന്നത് ഇതിനകത്ത് കിടന്നിട്ടാണ്. ഇതൊന്ന് പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പാത്രം കൊണ്ട് നല്ലോണം അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 20 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ കുടുക്കാച്ചി സുർബിയാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ സുർബിയാൻ റൈസ് കുടുക്കാച്ചി സ്റ്റൈലിലൊന്ന് കുക്ക് ചെയ്തതാണ്. വാഴയിലേക്ക് നല്ലോണം വാടി വന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മുടെ ഒരു അറബിക് ഡിഷ് ഇന്ത്യൻ സ്റ്റൈലിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്ന സ്റ്റൈലാണ്. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾക്കായി ഇനിയും ഞാൻ എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ. ബൈ ബൈ.